ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഓഗസ്റ്റ് 18-ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, EP ജയരാജൻ പിണറായി സർക്കാരിലേക്ക്, പിണറായി മന്ത്രിസഭയിലേക്ക് വീണ്ടും മന്ത്രിയായി എത്തുകയാണ്. സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിച്ചോ? 18-നാണോ? ശരത്ത്, EP ജയരാജൻ തിരിച്ചെത്തുന്നു. ചിങ്ങം 1-നാണ് സത്യപ്രതിജ്ഞ. കർക്കിടക മാസത്തിൽ സത്യപ്രതിജ്ഞ ഒഴിവാക്കാനുള്ള ധാരണയാണ് ഇപ്പോൾ CPM-ൽ ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യം ഉടൻ ഗവർണറെ അറിയിക്കും. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടറി യോഗങ്ങൾക്ക് ശേഷമായിരിക്കും ഔദ്യോഗികമായ തീരുമാനമുണ്ടാവുക. ഏതായാലും പാർട്ടി നേതൃത്വത്തിൽ അത്തരമൊരു ധാരണയായി കഴിഞ്ഞു. പ്രമുഖ നേതാക്കളെയൊക്കെ ഇത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്ഭവനിലും നാളെ തന്നെ ഈ വിവരം അറിയിക്കുമെന്ന സൂചന നമുക്ക് ലഭിക്കുന്നത്. തിങ്കളാഴ്ച LDF യോഗമുണ്ട്. അതിനുശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം. ജയരാജൻ തിരിച്ചെത്തുന്നതോടുകൂടി മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം 20 ആകും. നേരത്തെ ഇത് ഇടതുമുന്നണിയുടെ ധാരണയ്ക്ക് വിരുദ്ധമാണ്. കാരണം 19 മന്ത്രിമാർ മതി എന്ന ധാരണയായിരുന്നു സർക്കാരിന്റെ തുടക്കത്തിൽ ഇടതുമുന്നണി സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ ഒരു മന്ത്രി അധികമായി CPM ലഭിക്കുമ്പോൾ CPIയും അവകാശവാദം ഉന്നയിക്കും. അത് മറികടക്കാൻ അവരെ സെറ്റിൽ ചെയ്യാനുള്ള നടപടികളും പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വിവരം ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള ഒരു പദവി CPIക്ക് നൽകാനാണ് ധാരണയെന്ന് അറിയുന്നു. അങ്ങനെയെങ്കിൽ 19 മന്ത്രിമാർ 20 വരും. ഒരു ക്യാബിനറ്റ് പദവി അധികമായി നൽകും. അങ്ങനെ CPIയുടെ അവകാശവാദത്തിനും തടയിടാനാകുമെന്ന് CPM പ്രതീക്ഷിക്കുന്നു. ഇത് സംബന്ധിച്ച് CPM-ന്റെയും CPIയുടെയും ഉന്നത നേതാക്കൾക്കിടയിൽ കൃത്യമായ ധാരണ ഏതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാളത്തെ സംസ്ഥാന സെക്രട്ടറി യോഗം രാവിലെ ചേരും. വൈകുന്നേരം സംസ്ഥാന സമിതിയും അടിയന്തര യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം തിങ്കളാഴ്ചത്തെ ഇടതുമുന്നണി യോഗത്തോടുകൂടി കൃത്യമായ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും. ഏതായാലും EP ജയരാജൻ 2 വർഷത്തോളമുള്ള ഇടവേളയ്ക്ക് ശേഷം മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയ്ക്ക് മുമ്പ് തന്നെ EP ജയരാജൻ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭയിലേക്ക് രണ്ടാമനായുള്ള ഒരു മടങ്ങി വരവിന് വഴിയൊരുക്കലായി കൂടി. അതുകൊണ്ടാണ് ഈ തീയതിയും വളരെ നിർണായകമാവുന്നത്. അരുൺ, ശരത്ത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ജയരാജന്റെ സത്യപ്രതിജ്ഞ എന്ന ധാരണയിലായിരുന്നു മന്ത്രിസഭാ പുനഃസംഘടന ധാരണയിലായിരുന്നു നേരത്തെ CPM കേന്ദ്രങ്ങളും ഇടതുമുന്നണിയും ഒക്കെ. പക്ഷേ ഇപ്പോൾ അത്തരമൊരു ചർച്ചയില്ല. പകരം ജയരാജനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നു. അതിന് പ്രധാനമായ കാരണം ശരത്ത് ചൂണ്ടിക്കാട്ടി തന്നെയാണ്. മുഖ്യമന്ത്രി 18 ദിവസത്തോളം നീണ്ട ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു പകരക്കാരനെ ചുമതല ഏൽപ്പിക്കണം. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ഇത്തരത്തിൽ അവധിയെടുത്തപ്പോൾ G സുധാകരനാണ് ചുമതല നൽകിയത്. ഫൊക്കാനോ കൺവെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയപ്പോൾ ആർക്കും ചുമതല നൽകിയില്ല. പക്ഷേ ഇപ്പോൾ ജയരാജനെ ധൃതി പിടിച്ച് തിരിച്ചുകൊണ്ടുവരുന്നതിന് പിന്നിൽ ഈ കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ചുമതല ഒരുപക്ഷെ ജയരാജൻ നൽകിയേക്കുമെന്ന സൂചനകളുമുണ്ട്. അക്കാലത്ത് ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വേണ്ടിയിരിക്കുന്നു. ഏതായാലും മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയ്ക്ക് മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ ജയരാജനെ മന്ത്രിസഭയിലേക്ക്. ഇതോടുകൂടി CPM-നുള്ളിൽ മുൻപ് വലിയ വിവാദമുണ്ടായ ഘട്ടത്തിൽ വേണ്ട പിന്തുണ പല കോണുകളിൽ നിന്നും പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ല എന്നുള്ള വലിയ പരിഭവം EP ജയരാജനുണ്ടായിരുന്നു. CPM പൊളിറ്റ് ബ്യൂറോ തന്നെ അതിൽ രാഷ്ട്രീയമായ പിശക് സംഭവിച്ചിട്ടുണ്ട് EP ജയരാജന് എന്ന വിലയിരുത്തൽ നടത്തുമ്പോഴും അത്തരമൊരു വലിയ വിമർശനമോ പരാതിയോ ഉള്ളിലൊതുക്കി EP ജയരാജൻ അത് പരസ്യമായി പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോയ സാഹചര്യമുണ്ട്. ആ നിലയിൽ അസംതൃപ്തമായ ഒരു പശ്ചാത്തലത്തെ പൂർണ്ണമായി പരിഹരിക്കുക കൂടിയാണ് ഈ തീരുമാനത്തിലൂടെ മുഖ്യമന്ത്രിക്ക് നേടിയെടുക്കാനാവുന്നത് എന്നുകൂടിയില്ലേ? ജയരാജന് നീതി ലഭിച്ചില്ല എന്ന വികാരം CPM കേന്ദ്രങ്ങളിൽ ശക്തമാണ്. പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലും ജയരാജന് അടുത്ത് നിൽക്കുന്ന സംസ്ഥാന സമിതി നേതാക്കൾക്കിടയിലും അത്തരമൊരു വികാരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും AK ശശീന്ദ്രൻ നൽകിയ നീതി പോലും EP ജയരാജൻ നൽകിയില്ല എന്നാണ് ബന്ധുവിവര കേസ് അദ്ദേഹത്തിന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകുന്നു. പാർട്ടി തലത്തിലും കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. നേരത്തെ കേന്ദ്ര കമ്മിറ്റി പോലും അദ്ദേഹത്തിന് അച്ചടക്ക നടപടി എടുക്കുന്ന തരത്തിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പാർട്ടിയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടായില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജയരാജനെ എത്രയും വേഗം മന്ത്രിസഭയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ആവശ്യം CPM കേന്ദ്രങ്ങളിൽ ശക്തമായിരുന്നു. ഇപ്പോഴാണ് അതിന് പറ്റിയ സമയമായി CPM കാണുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മന്ത്രിസഭയ്ക്ക് ഒരു പുതിയ മുഖം നൽകാൻ ഒരു ഘട്ടത്തിൽ CPM ആലോചിച്ചിരുന്നു. പക്ഷേ അത്തരം ചർച്ചകളിലേക്ക് കടക്കാതെ ജയരാജനെ മാത്രം മന്ത്രിസഭയിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് CPM-ന്റെ തീരുമാനം. അത് ജയരാജന് നീതി നൽകലെ തന്നെ CPM കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുമുണ്ട്. അരുൺ, ഒരു കാര്യം കൂടി, പലപ്പോഴും മന്ത്രിസഭാ പുനഃസംഘടനയുണ്ടോ എന്ന ചോദ്യത്തോട് മുഖ്യമന്ത്രി അടക്കം CPM നേതാക്കളെല്ലാം നിഷേധിക്കുന്ന നിലപാടാണ്. ഇതൊരു മന്ത്രിസഭാ പുനഃസംഘടനയായി കാണാനാവില്ല. EP ജയരാജൻ രാജിവെച്ച് പോകേണ്ടി വന്ന സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായും കുറ്റവിമുക്തനാകുന്ന ഒരു സാഹചര്യം, അദ്ദേഹത്തിന് മേൽ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായും പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ തേടി വീണ്ടും ആ മന്ത്രിസ്ഥാനം എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ വകുപ്പുകളിലെ ഒരു ഷഫ്ലിംഗ്, ഒരു പുനഃക്രമീകരണം വേണ്ടി വരുമല്ലോ. തീർച്ചയായും വകുപ്പുകളിൽ പുനഃക്രമീകരണം ഉണ്ടാകും. നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന വ്യവസായ വകുപ്പ് തന്നെ ജയരാജൻ നൽകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന
സൂചന. കാരണം AC മൊയ്തീൻ നല്ല രീതിയിൽ മന്ത്രി നിലയിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ വ്യവസായ വകുപ്പിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയിൽ അത്ര നല്ല മതിപ്പല്ല ഉള്ളത്. പ്രത്യേകിച്ചും ചില കേന്ദ്രങ്ങൾ വ്യവസായ വകുപ്പിന്റെ പ്രവർത്തനത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യവസായ വകുപ്പ് മൊയ്തീനിൽ നിന്നെടുത്ത് ജയരാജൻ നൽകാനാണ് തീരുമാനമെന്നറിയുന്നു. അങ്ങനെയെങ്കിൽ മറ്റു വകുപ്പുകളിലും മാറ്റം വരും. വിദ്യാഭ്യാസം അടക്കമുള്ള വകുപ്പുകളിൽ മാറ്റം വന്നാലും അത്ഭുതപ്പെടാനില്ല. അത്തരത്തിൽ CPM മന്ത്രിമാരുടെ വകുപ്പുകൾ തന്നെ ഒരുപക്ഷെ ചെറിയ അഴിച്ചുപണി ഉണ്ടായേക്കാം. പക്ഷേ ഇത്തരം കാര്യങ്ങളിലേക്ക് ഔദ്യോഗിക തീരുമാനമുണ്ടാകുക നാളത്തെ സംസ്ഥാന നേതൃയോഗത്തിന് ശേഷമായിരിക്കും. 18-ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോവുക എന്ന നിലയിലുള്ള ധാരണയും തീരുമാനവുമാണ്. അങ്ങനെയാണെങ്കിൽ വളരെ ലളിതമായി രാജ്ഭവൻ അങ്കണത്തിലായിരിക്കാം സത്യപ്രതിജ്ഞാ ചടങ്ങ്. അത്തരം കാര്യങ്ങളിലേക്ക് ഇനിയും പോയിട്ടുണ്ട്. കാരണം നേരത്തെ AK ശശീന്ദ്രൻ തിരിച്ചു വന്നപ്പോഴും രാജ്ഭവനിൽ ലളിതമായ ചടങ്ങിലായിരുന്നു സത്യപ്രതിജ്ഞ. EP ജയരാജന്റെ കാര്യത്തിലും അത്തരം നടപടി തന്നെയാകും ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ ലളിതമായ സത്യപ്രതിജ്ഞ ചടങ്ങിലൂടെ ജയരാജൻ മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരും. ചിങ്ങം 1 തന്നെ സത്യപ്രതിജ്ഞ വേണമെന്ന ഒരു ധാരണയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജയരാജനുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിക്കുകയും ചെയ്തു. കർഷകരുടെ ദിനമാണ് ചിങ്ങം 1. അദ്ദേഹം ഔദ്യോഗികമായി മൈക്കിൽ സംസാരിക്കാൻ തയ്യാറില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കർഷകരുടെ ദിനമാണ് ചിങ്ങം 1. അതുകൊണ്ട് തന്നെ നല്ല തീരുമാനം ഉണ്ടാകുമെന്ന ഒരു ശുഭ പ്രതീക്ഷയുള്ള സംസാരമായിരുന്നു ജയരാജന്റെ ഭാഗത്തും ഉണ്ടായത്. തീർച്ചയായും അരുൺ, അദ്ദേഹം ഒരു കർഷക നേതാവ് കൂടിയാണ്. കേരള കർഷക സംഘത്തിന്റെ നേതൃസ്ഥാനത്ത് സെക്രട്ടറി പദവിയിലും മറ്റും ഇരുന്ന ആളാണ്. അവിടെ നിന്നാണ് മന്ത്രി പദവിയിലേക്കും മറ്റും മാറിയത്. ഒരു കർഷക നേതാവ് എന്ന കൃത്യം ബോധ്യത്തോടു കൂടിയാണ് EP ജയരാജൻ ചിങ്ങം 1 കർഷക ദിനം മന്ത്രിസഭയിലേക്കുള്ള മടങ്ങിവരവിന് പറ്റിയ ദിവസമായി, മലയാളിയുടെ പ്രിയപ്പെട്ട ചിങ്ങമാസത്തെ തന്നെ അതിന് പറ്റിയ ദിനമായി ചിങ്ങം 1-നെ തെരഞ്ഞെടുക്കുന്നത്. ആ ധാരണയിലേക്ക് CPM പോകുന്നു. EP ജയരാജൻ പിണറായി മന്ത്രിസഭയിലേക്ക് മടങ്ങി വരികയാണ്. ചിങ്ങം 1-ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്വാഭാവികമായും വ്യവസായ വകുപ്പ് തന്നെയാവും അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്.